വേനൽ കനത്തതോടെ വനത്തിനുള്ളിൽ കുടിവെള്ള ലഭ്യത കുറഞ്ഞു. ഇതോടെ ആനയടക്കം ഉള്ള മൃഗങ്ങൾ കുടിവെള്ളം തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങി ശ്രമം ഫലപ്രാപ്തിയിലെത്തിച്ചിരിക്കുകയാണ് നേര്യമംഗലം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ. വനത്തിനുള്ളിൽ കുടിവെള്ളം ലഭ്യമായതോടെ കാട്ടാനകളടക്കം ഇവിടെ എത്തി വെള്ളം കുടിച്ച് മടങ്ങുന്നത് പതിവായി കഴിഞ്ഞു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ നേര്യമംഗലം റേഞ്ചിന് കീഴിൽ വരുന്നതാണ് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ. വേനൽ കനത്തതോടെ ഇഞ്ചത്തൊട്ടി വനമേഖലയിലും ജലസ്രോതസ്സുകൾ വരണ്ടു. ഇതോടെ കാട്ടാനകളടക്കം മൃഗങ്ങൾ കുടിവെള്ളം തേടി അലയുന്ന സ്ഥിതിയുണ്ടായി. പെരിയാറ്റിലേക്ക് എത്തിയാൽ മാത്രമേ മൃഗങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന സ്ഥിതിയുള്ളൂ. എന്നാൽ ജനവാസ മേഖല കടന്നു വേണം മൃഗങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പ്രദേശത്ത് വൈദ്യുതി ഫെൻസിംഗ് തീർക്കുകകൂടി ചെയ്തതോടെ കുടിവെള്ള ലഭ്യതയുടെ കാര്യത്തിൽ മൃഗങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി. ഇതോടെയാണ് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ ചേർന്ന് വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കി നൽകാൻ തീരുമാനിച്ചത്. ഫെൻസിങ് ഇവിടെ ഇട്ടതോടുകൂടി മൃഗങ്ങൾക്ക് പെരിയാർ നദിയിലേക്കുള്ള അതിൻ്റെ യാത്രയ്ക്ക് അല്ലെ അതിൻ്റെ കൊറിഡോർ ഇന്ന് തടസ്സമായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന് വെള്ളം കുടിക്കുന്നതിനും ദാഹമേറ്റുന്നതിനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജീവനക്കാർ ഇവിടെ വരുമ്പോൾ ഒരു കാട്ടാനക്കൂട്ടം, അതിൻ്റെ കൂടുതലൊരു കുഞ്ഞുമുണ്ട്, അത് ഈ ഫെൻസിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വെള്ളത്തെ അങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട ജീവനക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് ഞങ്ങൾ ജീവനക്കാരെല്ലാവരും കൂടെ ചേർന്ന്, സർക്കാരിന് പ്രത്യേകിച്ച് യാതൊരുവിധ ബാധ്യതയും അതിലുണ്ടായിട്ടില്ല, ഞങ്ങളൊരു കുളം കുഴിച്ച് പടുത കുളം നിർമ്മിച്ച് മണ്ണ് നീക്കം ചെയ്ത് പടുത കൊണ്ട് ഒരു കുളം നിർമ്മിച്ച് ഈ മേഖലയിൽ ഇപ്പോൾ ആനകൾ വളരെ ശാന്തരാണ്. 6 മീറ്റർ നീളത്തിൽ 5 മീറ്റർ വീതിയിൽ 1 മീറ്റർ ആഴത്തിൽ വനവകുപ്പ് ജീവനക്കാർ വനത്തിനുള്ളിൽ പടുതാക്കുളം നിർമ്മിച്ച് ജലം സംഭരിച്ചു. 50,000 ലിറ്റർ വെള്ളം ഈ താൽക്കാലിക കുളത്തിൽ സംഭരിക്കാം. വെള്ളം തീരുന്ന മുറയ്ക്ക് കുളം നിറച്ചു നൽകും. പൊരിവെയിലത്ത് വനത്തിൽ വെള്ളം കിട്ടാതായതോടെ ആനയടക്കം കാട്ടുമൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാനെത്തി തുടങ്ങി. ഇതോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കുറഞ്ഞതായാണ് വനപാലകരുടെ വിലയിരുത്തൽ. ശ്രമം വിജയം കണ്ടതോടെ സ്റ്റേഷൻ പരിധിയിലെ മറ്റിടങ്ങളിലും മൃഗങ്ങൾക്ക് വെള്ളമെത്തിക്കാനുള്ള ആലോചനയിലാണ് വനപാലക സംഘം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.